ആയിട്ട് അവന് ജീവിക്കുന്ന കാലം. കല്യാണം കഴിഞ്ഞ് അധികം വർഷമൊന്നും ആയിട്ടില്ല, 2 വർഷമേ ആയിട്ടുള്ളൂ. ഇങ്ങനെ കുട്ടീനെ കിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരവസ്ഥ. അങ്ങനെ ഞങ്ങളൊന്നും പരാതിപ്പെട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഇതായിരുന്നെങ്കിലും നമുക്ക് തന്നത് ദൈവത്തിന് തന്നത് നമ്മൾ സ്വീകരിച്ചു. അപ്പോൾ പലരുടെ നിന്നും ഇതൊക്കെ വന്നു, നിങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്യും, നിങ്ങൾക്ക് ഒത്തിരി നഷ്ടപരിഹാരങ്ങൾ കിട്ടും. അങ്ങനെ ഞാൻ കംപ്ലൈൻറ്റ് ചെയ്തില്ല. പക്ഷെ അതുകൊണ്ട് അവര് സൗദി അറേബ്യയിലെ മുഴുവൻ ഹോസ്പിറ്റലിൽ പിന്നെ പൂർണ്ണമായി ചികിത്സ കൊടുത്തു. ചികിത്സ കൊടുത്തതിന് ശേഷം 4 വർഷക്കാലം ഇവനെ ജീവനുണ്ടായിരുന്നില്ല. ജനിക്കുന്നത് അങ്ങനെ വെന്റിലേറ്ററിലിട്ടാണ് ജീവൻ വന്നത്. ജീവൻ വന്ന 1 മാസത്തോളം 12 മണിക്കൂറോളം വെന്റിലേറ്ററിലായിരുന്നു. അത് കഴിഞ്ഞ് 1 മാസത്തോളം ഇൻക്യുബേറ്ററിലായിരുന്നു. അപ്പോൾ 1 മണിക്കൂർ ഞങ്ങൾക്ക് പോയി അവൻ്റെ അടുത്ത് പോയിരുന്ന് കാണാം, തൊടാം, പ്രാർത്ഥിക്കാം. അങ്ങനെ 1 മാസം കഴിയുമ്പോൾ ഞങ്ങൾക്ക് തന്നു. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് അത് തുടർന്നുകൊണ്ടേയിരുന്നു. 4 വർഷക്കാലം ആ ട്രീറ്റ്മെൻറ്റ് തുടർന്നു. ഞങ്ങൾക്ക് 2ാമത്തെ കുട്ടിയൊക്കെ ഉണ്ടായി. ആ സമയത്ത് അവൻ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നോർമൽ ഡെലിവറിക്ക് ട്രൈ ചെയ്തില്ല, സിസേറിയൻ തന്നെയായിരുന്നു. ആദ്യം സിസേറിയൻ ആയിരുന്നു. അങ്ങനെ 4 വർഷം കഴിഞ്ഞാൽ എല്ലായിടത്തുനിന്നും, എല്ലാ ഹോസ്പിറ്റലിൽ നിന്നും, അവിടുത്തെ സ്പെഷ്യാലിറ്റി കിങ് ഫഹദ് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഞാൻ മടക്കിയിട്ടുണ്ട്. അപ്പം ഞങ്ങളെ ഇതിനു വേണ്ടിയിട്ട് ഒരുക്കി. ഇവനൊരു അബ്നോർമൽ ബേബിയാണ്, അപ്പോൾ നിങ്ങളവനെ സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് തന്നു. അപ്പോൾ ഞങ്ങൾ ഒരുങ്ങി. എന്നാലും ഞങ്ങൾ കൈവിട്ടില്ല. കാരണം എന്തെങ്കിൽ നമുക്ക് വിശ്വാസവും നമുക്ക് പ്രതീക്ഷയാണ് നമ്മുടെ ജീവിതം നമുക്ക് നയിക്കുന്നത്. ഞാനിന്ന് ഇവിടെ വരുന്നെങ്കിൽ ഇവിടെ എത്തണം എന്നുള്ള എൻ്റെ പ്രത്യാശയാണ് എന്നെ ഇവിടെ എത്തിച്ചത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആഗ്രഹം ഒരു അംഗീകാരമില്ലാത്ത കുട്ടിയാണെങ്കിൽ അവനെ പരമാവധി നോക്കണം എന്നുള്ള ചിന്തയിൽ ഞങ്ങൾ എന്ത് ചെയ്തു, ഞാൻ ആ സമയത്ത് ജോലി അവൻ്റെ കളഞ്ഞ് ഞാൻ ഇവിടെ പോന്നു. ഇവിടെ വന്ന് ഇതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടൊക്കെ പണിയുന്നേ ഉള്ളൂ ആ സമയത്ത്. അങ്ങനെ അവിടെ പോയി വീഴ്ചയിൽ നടത്തി. പടിയൂര് ഒരു ബാലകൃഷ്ണൻ വൈദ്യൻ്റെ ചികിത്സ നടത്തി. തിരുവനന്തപുരത്ത് വോയിറ്റ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് ജർമ്മൻ തെറാപ്പി ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി. ആ സമയത്ത് ഞാനൊരു ചെറിയ എൻ്റെ വീട്ടിൽ തന്നെ ഒരു ഓർഫനേജ് തുടങ്ങി. അതാണെന്ന് ഇവിടെ ചാലക്കുടിക്കാർക്ക് അറിയാം, സാന്ത്വനം എന്ന് പറയുന്ന കൂടപ്പുഴൊരു സ്ഥാപനമുണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേ ഇവർക്ക് ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് വന്നു. അപ്പം വട്ടം കറങ്ങുള്ളായിരുന്നു. വായെന്നൊക്കെ വെള്ളമൊലിച്ച് കഴുത്തിരിക്കില്ല, ഇരിക്കില്ല, കഴുത്തുറക്കില്ല, പിന്നെ വട്ടം കറങ്ങുള്ളൂ കിടന്നുകൊണ്ട്. ഇത് ഞാനൊരു മോനേ ഉള്ളൂ അപ്പനും അമ്മയ്ക്കും. അപ്പോൾ അപ്പനും അമ്മയ്ക്കൊക്കെ ഒരു വലിയ പ്രായമായില്ലേ, വലിയ വിഷമാണ്. അപ്പം ഞാൻ എൻ്റെ ജോലിയും കളഞ്ഞ് കല്യാണം കഴിഞ്ഞ നാളൊന്നും ആയിട്ടില്ല, 6 വർഷം അതായിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ നിർത്തി വരികയാണ്. അങ്ങനെ നിർത്തി വന്ന് ഇവനെ ട്രീറ്റ് ചെയ്തു, ഇവനെ ഇതൊക്കെ നടത്തി. ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ നടത്തിയപ്പോൾ ഒത്തിരി മാറ്റം വന്നത്. അങ്ങനെ ഇവനെ ഞാൻ അമ്മയുടെ അപ്പൻ്റെ അടുത്തായിട്ട് ഞാൻ തിരിച്ചു പോയി, ജോലിക്ക് പോയി. അങ്ങനെ ഞാനും എൻ്റെ മറ്റ് മക്കൾ 2 എനിക്ക് വേറെ 3 മക്കളാണ്, വേറെ 2 ആൺകുട്ടികളാണ്, 3 ആൺകുട്ടികളാണ്. അവരെ വിളിച്ച് വീണ്ടും അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് അപ്പനും അമ്മയ്ക്കും ഇവനെ നോക്കാൻ പറ്റാത്ത തരത്തിൽ ഇവൻ പ്രകൃതിയായി. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇവനെ അങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോയപ്പോൾ ഞാൻ പൂർണ്ണമായിട്ടൊന്നും പറയുന്നില്ല, അവനെ അവിടുത്തെ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റില്ല. കാരണം അവൻ ഇവിടെ മലയാളം മീഡിയത്തിൽ പഠിച്ചിരുന്നു. അവനെ വീട്ടിലിരുത്തി. കുറേ കഴിഞ്ഞ് കാലങ്ങൾ കുറേ കഴിഞ്ഞു. ഇവൻ അപ്പോൾ പഠിക്കുന്നില്ല. ഇവൻ്റെ ഭാവി എന്താവും എന്നുള്ള ചിന്ത വന്നു. അങ്ങനെ 2012 ഞാൻ വീണ്ടും ജോലി കളഞ്ഞ്, കാരണം വൈഫ് ജോലി കളഞ്ഞ് വന്നാൽ ഇതേപോലെ ആകില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഞാൻ എൻ്റെ ജോലി നിർത്തി ഇവനെ ചികിത്സിക്കാനായിട്ട് വീണ്ടും ഇങ്ങോട്ട് വരികയാണ്. ചികിത്സയൊന്നുമില്ല, പിന്നെ ഇവനെ ഒരു പഠിപ്പിക്കണം എന്നുള്ള ചിന്തയേ ഉള്ളൂ. അങ്ങനെ ഇവനെ ഓപ്പൺ സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. എനിക്കറിയാം ഓപ്പൺ സ്കൂളിൽ പഠിപ്പിക്കാൻ അറിയോ? ഓപ്പൺ സ്കൂളിൽ ആർക്കും പഠിക്കാം. വിദ്യാഭ്യാസം ഇല്ലാത്ത ആർക്കും പരീക്ഷ എഴുതി 10ാം ക്ലാസ് പാസ്സാകുന്ന സ്കൂളിൽ ഇവനെ പഠിപ്പിച്ചപ്പോൾ ഞാൻ തന്നെ ചെയ്യണത്. ഒരു പാലക്കുളയിലാണ് ചെയ്തിരുന്നത്. ഞാൻ തന്നെ എറണാകുളത്ത് പോയിട്ട് ഇതെല്ലാം ചെയ്യണം. അങ്ങനെ ഞാൻ എൻ്റെ ജോലിയും എല്ലാം കളഞ്ഞ് ഇവിടെ ഇരുന്ന് ഇതൊക്കെ ചെയ്തു. ഇവനെ SSLC പാസ്സായി, പിന്നെ +1 +2 പാസ്സായി. അത്രയും കഴിഞ്ഞപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു, ഇനി നിന്നെ ഞാൻ പ്രൈവറ്റ് കോളേജിൽ പഠിപ്പിക്കില്ല, ഇനി ഒരു റെഗുലർ കോളേജിൽ പഠിപ്പിക്കുകയുള്ളൂ. കാരണം അപ്പം എനിക്ക് ഇത്ര റിസ്ക് ഇല്ല. അങ്ങനെ പിന്നെ റെഗുലർ കോളേജിൽ കൊണ്ടാക്കിയാണ്, ഇവിടുത്തെ പനമ്പള്ളി കോളേജിൽ കൊണ്ടാക്കി. അവിടെ BA-ക്ക് അവനെ അഡ്മിഷൻ എടുത്തു. ഞാൻ വീണ്ടും പോയി, ഞാൻ ഗൾഫിൽ പോയി വീണ്ടും. അപ്പോൾ വീട്ടിൽ ഒരു ആളെ ആക്കിയിട്ടൊക്കെയാണ് പോണത്. മറ്റു 2 മക്കൾ അവിടെയാണ്. അങ്ങനെ ഇവൻ ഡിഗ്രി കഴിഞ്ഞു.
ഡിഗ്രി കഴിഞ്ഞപ്പോൾ എനിക്ക് റിസ്ക് ഇല്ല, അവരെന്നെ കോളേജിൽ നിന്ന് എല്ലാം ചെയ്തു. ഇവന് എഴുതാൻ ബുദ്ധിമുട്ടാണ്, എൻ്റെ കൈ ശരിക്കും നമ്മൾ പറയണ പോലെ ഒന്നും എഴുതില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ പാസ്സായി, ഡിഗ്രി പാസ്സായി. അത് കഴിഞ്ഞ് ഇവൻ്റെ തന്നെ ഇഷ്ടത്തിൽ ഒരു പ്രിന്റിംഗ് ടെക്നോളജി ഇവൻ പഠിച്ചു, ഡിപ്ലോമ പഠിച്ചു. ആ ഡിപ്ലോമയും കഴിഞ്ഞ് ഇവൻ വീണ്ടും, ഞാനപ്പോൾ ഗൾഫിലാണ്, ഇവൻ വേറൊരു തരത്തിൽ ഇവന് MBA എടുക്കണമെന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് MBA അഡ്മിഷൻ വാങ്ങി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു വരും, ഇവനോട് ഉള്ളതിൻ്റെ പേരിൽ അധികം നാൾ നിൽക്കില്ല അവിടെ. തിരിച്ചു വന്നപ്പോൾ എനിക്ക് ലെറ്റർ കിട്ടുകയാണ് പ്രിൻസിപ്പളിൻ്റെ, 85,000 രൂപ കൊണ്ട് അടിച്ച് അഡ്മിഷൻ എടുക്കണമെന്ന് പറഞ്ഞ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല. ഇവന് MBA ടൂറിസം എടുക്കുമ്പോൾ നമുക്കറിയാം യാത്ര പോലെ ചെയ്യണം, അതിന് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണല്ലോ. അങ്ങനെ ഞാൻ അപ്പം ഇവരോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നിന്റെ അനിയന്മാരൊക്കെ പഠിച്ചു പോകും, എൻ്റെ കാലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ അമ്മയുടെ കാലം കഴിഞ്ഞാൽ നിനക്ക് ബുദ്ധിമുട്ടായിരിക്കും, നീ ഏതെങ്കിലും തരത്തിൽ ഇവന് കാറ് കച്ചവടം ചെയ്യുമായിരിക്കും. കാർ ബ്രോക്കറാണ് ഇപ്പോഴും. സ്വന്തമായിട്ട് കാർ കച്ചവടം ചെയ്ത് കാശൊക്കെ ഉണ്ടാകും. പട്ടിക്ക് അരിയൊക്കെ മേടിക്കുന്നത് ഇവനാണ്, പട്ടിക്ക് മീന് തീറ്റ മേടിക്കുന്നതൊക്കെ ഇവനാണ്. അപ്പോൾ ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കും, ഞാൻ നിരുത്സാഹപ്പെടുത്തില്ല, കാരണം സ്വയം പര്യാപ്തയിലെത്തണമല്ലോ. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഇവൻ MBA എടുക്കാതെ ഞാൻ എന്നോട് പറയും, എൻ്റെ വൈഫിനോട് പറഞ്ഞു, മക്കളോട് പറഞ്ഞു, എനിക്ക് 4 സിസ്റ്റേഴ്സാണ്, അവരോടൊക്കെ പറഞ്ഞു ഞാൻ ഇവനെ LLB പഠിപ്പിക്കാൻ പോവാണ്. അപ്പോൾ ഇപ്പത്തിൻ്റെ ഭ്രാന്താണോ ഇവനെ LLB? അപ്പം ഞാൻ പറയും, ഇവന് ഞങ്ങളുടെ കാലശേഷം ഇവന്റെ അനിയൻ്റെ ഭാര്യമാരൊന്നും നോക്കില്ല, അപ്പം ഇവനൊരു ഭാവി വേണം. അപ്പോൾ ഇവനെങ്ങനെയെങ്കിലും LLB എടുത്തു കഴിഞ്ഞാൽ ഇവനൊരു ജീവിതം ഉണ്ടാകും എന്നുള്ള ബോധ്യത്തിൽ ഞാൻ ഇവനെ എൻട്രൻസ് ടെസ്റ്റ് എഴുതിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പൊ ഇവനും താല്പര്യമില്ല, ഇതൊന്നും സാധിക്കില്ലല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ LLB എൻട്രൻസ് ഒക്കെ എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രോത്സാഹിപ്പിച്ചു. അപ്പോ ഭാര്യയ്ക്ക് ഇഷ്ടമില്ല, അനിയന്മാർക്ക് ഇഷ്ടമല്ല, എൻ്റെ പെങ്ങന്മാർക്ക് ഇഷ്ടമല്ല, ആർക്കും ഇഷ്ടമല്ല, നാട്ടുകാർക്ക് ഇഷ്ടമല്ല. പക്ഷെ ഞാൻ എൻ്റെ നിർബന്ധത്തിന് ഇവനെ എൻട്രൻസ് എഴുതിപ്പിച്ചു, പാസ്സായി. അവൻ തൃശ്ശൂർ ലോ കോളേജിൽ അഡ്മിഷൻ വാങ്ങിയിട്ട് ഞാൻ പിന്നാണ് പോയിട്ടില്ല. പിന്നെ അതിനെ പ്രോത്സാഹിപ്പിച്ചു, ഞാൻ തല്ലിയൊക്കെ പഠിപ്പിച്ചേട്ടോ. ഈ സാർ പറഞ്ഞു പോലെ നല്ല അടി കൊടുത്താ പഠിപ്പിച്ച, എന്നെയും ചിലപ്പോ മിരട്ടും, പക്ഷെ ഞാൻ വിട്ടുകൊടുക്കില്ല. കാരണം നമ്മുടെ ലക്ഷ്യം ഇവനെ സ്വയം പര്യാപ്തിയിൽ എത്തിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇതിനിടയിൽ ഞാൻ താറിനൊക്കെ പോകുമ്പോൾ, സ്കൂട്ടറിന് പോകുമ്പോൾ ഇവനെ നടത്തി വിടുക. ഇവനെ നടത്തി വിട്ടു. നാട്ടുകാർ പറയുന്നു ഇവനാരെ കൊച്ചിയെ നടത്തി വിട്ടു. കാരണം ഞാൻ താറിന് പോകും. നമ്മുടെ ലക്ഷ്യം എന്നില്ല, പരുന്ത് എങ്ങനെയാ പരുന്തി കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കാന്ന് അറിയാമോ? പരുന്ത് ചിറകിന്റെ കീഴില് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് കുറെ എത്തുമ്പോ ചിറകിന് താഴെ ഇടും, പരുന്ത് താഴെ പോയാൽ താങ്ങും. അങ്ങനെയാണ് ആ പരുന്ത് കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കുക. ഞാൻ ഇവനെ അതേപോലെ ത്യാഗം ചെയ്തിട്ടാണ് ഇതിന്റെ നടത്തിയാണ്. ആർക്കും വിഷമം തോന്നും, എന്നെ ആൾക്കാർ പ്രാകും, അതേപോലെയാണ് ഇതിന്റെ നടത്തി. അത്രമാത്രം സ്ട്രൈറ്റ് ചെയ്തിട്ടാണ്. പക്ഷെ എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. കാരണം ഞാനൊക്കെ പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞാൽ അവന്റെ അവസ്ഥ അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ എന്റെ 2 മക്കളും UK-ലാണ്, അവര് ഇവിടേക്ക് തിരിച്ചു വരുമെന്ന് നമുക്കറിയില്ല. അപ്പൊ ഇവന്റെ അവസ്ഥ എന്താ? അപ്പൊ എന്റെ മനസ്സിൽ ഇവനെ സ്വയം പര്യാപ്തയിൽ എത്തിക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചത്. അങ്ങനെ ഇവൻ നടന്നു. ഞാൻ പനമ്പള്ളി കോളേജിൽ പറഞ്ഞല്ലോ, ആദ്യത്തെ 1 മാസം ഞാൻ പറഞ്ഞു നിന്നെ കോളേജിൽ ഉണ്ടാക്കി തരാം. ഞാൻ 1 മാസം കഴിഞ്ഞ് പറഞ്ഞു നിന്നെ ബസ് സ്റ്റേഷനിലും ഉണ്ടാക്കി തരും, നീ അവിടെ നിന്ന് പോകണം. അപ്പൊ ഇവൻ ബസ് സ്റ്റേഷനിലും ഉണ്ടാക്കിയിട്ട് പിന്നെ അവിടെ നിന്ന് ബസ്സിന് പോകും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി ഇവിടുന്ന് തന്നെ പോകണം, വീട്ടിൽ നിന്ന് തന്നെ പോകണം. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി, വീട്ടിൽ നിന്ന് പോയി തിരിച്ച് കോളേജിൽ തിരിച്ച് വന്ന് സ്വയം വന്ന് അവൻ പഠിച്ച് പാസ്സായി. ഇപ്പൊ ഇവൻ പോകുന്ന ഡോക്ടർ സംഗീത് പറയുന്ന പോലെ ഇവൻ രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്ന് ബസ്സിന് പോയി, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി, വീണ്ടും അവിടെ നിന്ന് ബസ്സിന് പോയി, അയ്യന്തോളില് ജില്ലാ കോടതിയിൽ പോയി, ഓഫീസിൽ പോയി പ്രാക്ടീസ് ചെയ്ത് തിരിച്ചു വരണം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളുടെ വിശ്വാസവും നമ്മുടെ പ്രതീക്ഷയാണ് ഓരോരുത്തരും വളർത്തുന്നത്. അതിനേക്കാൾ പ്രായമുള്ളവരുടെ ഒപ്പം ഇരുന്ന് പഠിച്ചിട്ടാണ് അവൻ LLB എടുത്തത്. ഈ ജൂൺ 1-ാം തീയതി അവൻ എൻറോൾ ചെയ്തു ഹൈക്കോടതിയിൽ എൻറോൾ ചെയ്ത്. ഞാൻ അപ്പൊ കുറച്ചൊക്കെ ഞാനും ഇവനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക്, ഇവൻ ഹൈക്കോടതിയിൽ എൻറോൾ ചെയ്യണമെന്ന് രാത്രി തന്നെ വീട്ടില് ബോർഡ് ഉണ്ടാക്കി, റോഡിൽ ബോർഡ് വെച്ചു, അഡ്വക്കേറ്റ് ജോൺ പോൾ എന്നൊക്കെ പറഞ്ഞ് പേരൊക്കെ വെച്ചിട്ടുണ്ടാക്കി. ഇവൻ കണ്ടതല്ലേ, കാരണം എനിക്ക് ബോർഡില്ല, അനിയന്മാർക്ക് ബോർഡില്ല. അനിയന്മാരൊക്കെ MBA ആണ്, അവർക്കൊന്നും ബോർഡില്ല, ഇവന് ബോർഡ്, ഇവന്റെ കണ്ണതല്ലേ. അപ്പൊ പെങ്ങന്മാര്, അപ്പൊ ഇവന് ഞാൻ വെറുതെ ഇരുന്നില്ല. ഹൈക്കോടതിയിൽ ചെന്നപ്പോ ഞാൻ പറയുന്നത് അവന് കിട്ടുന്ന പ്രോത്സാഹനങ്ങളാണ്. അന്ന് 1000-ഓളം കുട്ടികളാണ് എൻറോൾ ചെയ്തത്. പക്ഷെ ഇവന്റെ ഒരാളെയും കേട്ടില്ല, അവനെ മാത്രമേ കേട്ടുള്ളൂ.
ഇവനെ എൻറോൾ ചെയ്ത് സർട്ടിഫിക്കറ്റ് എടുത്തപ്പോ എന്നെയും കൂടി കയറ്റി അവർ പറഞ്ഞിരുന്നു ഒരാളും കൈയടിക്കരുതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അന്നത്തെ അവിടുത്തെ ബാർ കൗൺസിൽ സെക്രട്ടറി പറഞ്ഞു ഇറ്റ്സ് എ മിറാക്കിൾ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞിട്ട് ഇവനെ കൈയടിച്ചാണ്, അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ കൈയടിച്ചാണ് ഇവനത് കൊടുത്തത്. സത്യം പറഞ്ഞ ആ സമയത്തൊക്കെ നമ്മൾ കോർമയെ കൊള്ളണം. കാരണം നമ്മൾ എടുത്ത ആ എഫർട്ടിന്റെ ബലം ഞാൻ അനുഭവിച്ചപ്പോഴാണ്, എന്റെ വൈഫ് അപ്പോഴാണ് അനുഭവിച്ചത്. അപ്പോ അവരൊക്കെ ഇതിനു വേണ്ടിയിട്ട് ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന് 5 ദിവസം കഴിഞ്ഞ് തിരിച്ചു പോയി. പറഞ്ഞു വരുന്നത് നമുക്കുള്ള ആ ശുഭാപ്തി വിശ്വാസവും നമ്മുടെ എഫർട്ടും കൊണ്ട് എത്തിച്ചത് ഇവരെ LLB എത്തിക്കാനാണ്. ഇനിയിപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഞാൻ കൊടുത്തിരിക്കുന്ന വാഗ്ദാനം എന്താണെന്ന് അറിയാം. അത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞിട്ടില്ല, 1-ാം തീയതി 2-ാം തീയതി എന്റെ വീട്ടിലേക്ക് ഒരു ഗെറ്റ് ടുഗദർ നടത്തി. ഗെറ്റ് ടുഗദർ നടത്തിയപ്പോൾ പലരും പറഞ്ഞു ഒരു സന്നദ്ധ എടുത്തതിന് ഇത്ര വലിയ സദ്യയൊക്കെ നടത്തണം എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതെന്റെ ഇതാണ്, കാരണം എന്റെ ഒരു ഭയങ്കര അംബീഷനാണ്. അപ്പൊ അതിന് ഞാൻ കൊടുക്കുന്ന പ്രതിഫലം ഇതാണ്. അത് ഇവനിൽ കുറെ മാറ്റം സൈക്കോളജിക്കലായിട്ട് ഉണ്ടാക്കും. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ അന്ന് ഒരു ഗെറ്റ് ടുഗദറൊക്കെ നടത്തി ആൾക്കാരൊക്കെ വിളിച്ച് ഇവന് ഇത് കൊടുത്തു. ഞാൻ അവരോട് പറയുന്നത് ഇതിന് 3 വർഷം ഞാൻ വെറുതെ വിട്ടേക്കാണ്, എന്തുവേണ്ടി ചെയ്തോട്ടെ. 3 വർഷം കഴിഞ്ഞാൽ ഞാൻ ജുഡീഷ്യൽ ടെസ്റ്റ് എഴുതിക്കും. ഞാൻ അവരോട് പറഞ്ഞേക്കുന്നത് നീ മജിസ്ട്രേറ്റ് ആകും, അത് കഴിഞ്ഞ് ജഡ്ജാകും, അത് കഴിഞ്ഞ് ഹൈക്കോടതി ജഡ്ജാവും, സുപ്രീം കോടതി ജഡ്ജാവും. അത് കണ്ടിട്ടേ ഞാൻ തിരിക്കുള്ളൂ. എന്തുകൊണ്ട് അത് പറഞ്ഞാൽ ആ രീതിയിലേക്കാണ് ഞാൻ ഇവരെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇപ്പോഴും നിങ്ങൾക്കറിയാം ഇവനെ ഈ രീതിയിൽ എത്തണമെങ്കിൽ എന്റെയും എന്റെ ഭാര്യയും തമ്മിലുള്ള ജീവിതം തന്നെ ഞങ്ങൾ മാറ്റി വെച്ചിട്ടാണ് ഇവനെ ഈ ലെവലിൽ എത്തിച്ചത്. പല കഷ്ടപ്പാടുകൾ, കുടുംബ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് ടൂർ പോകാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾ പോയിട്ടുണ്ട്, എല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്കാ പോയത്. പക്ഷെ ഒരുമിച്ച് പോയി ഞങ്ങൾക്ക് പറ്റാറില്ല. അപ്പൊ അതേപോലെ കുറെ ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് ഈ കുട്ടിനെ ഈ ലെവലിൽ എത്തിച്ചത്. അവന്റെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുമെന്ന് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് പറയാനുള്ളത് ഈ ഇവിടെയുള്ള മക്കളെക്കാളൊക്കെ വളരെ വൾഗറായിരുന്നു. എന്ന് പറഞ്ഞാൽ കഴുത്തൊടിഞ്ഞ് വായന്ന് വെള്ളം വീണ് വട്ടം കറങ്ങുള്ളൂ ഞാൻ കൊണ്ടുവരും 4 വയസ്സ്. ആ കുട്ടിയാണ് ഇരിക്കണേന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകുമ്പോഴും നിങ്ങൾക്കൊക്കെ വലിയ പ്രതീക്ഷ ഉണ്ടാകും. ആ പ്രതീക്ഷയിൽ നിങ്ങളും നിങ്ങളുടെ മക്കളെ വളർത്തണം. നമ്മൾ പല ത്യാഗങ്ങളും സാക്രിഫൈസ് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള പോസിറ്റീവ് ഫലങ്ങൾ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ സാറിന്റെ ക്ലാസ് കേട്ടപ്പോൾ നമുക്കറിയാം എപ്പോഴും പോസിറ്റീവ് തിങ്കിങ് ആയിരിക്കണം. നമുക്ക് അങ്ങനെ ഉയരാൻ പറ്റണം, നമ്മുടെ മക്കളെ ഉയർത്താൻ പറ്റണം. നമ്മുടെ കാലശേഷവും ഇപ്പൊ സംഗീത് ഡോക്ടർ പറയുന്ന പോലെ അദ്ദേഹം ഇപ്പൊ നമ്മുടെ ട്രെയിനർ പറഞ്ഞ പോലെ തന്നെ ചിരിച്ചുകൊണ്ട് രാപ്പകൽ ഞാൻ അദ്ദേഹത്തിലെ ഉണ്ടാവുന്ന ഇത് ഇദ്ദേഹത്തിലെ എനിക്ക് സംഗീതിനെ വളരെ നേരത്തെ അറിയാം, 25 വർഷം മുമ്പ് അറിയാം. പക്ഷേ ഈ വീഡിയോ ഇവിടുത്തെ സോഷ്യൽ മീഡിയയൊക്കെ ഇവന്റെ കാര്യങ്ങളിൽ വീഡിയോ ഇട്ടിട്ടു. അങ്ങനെ വീഡിയോ കണ്ടിട്ടാണ് ഡോക്ടർ സംഗീത് വിളിക്കണേ, ചേട്ടാ ഇങ്ങനെ അവനൊന്ന് കൊണ്ടുവരുമോ, ഞാൻ ഇവനെ ഒന്ന് ഞാൻ ഒന്ന് പിടിച്ചു നോക്കട്ടെ പറഞ്ഞു. അപ്പൊ ഞാൻ ഭാര്യയോട് പറഞ്ഞത് ഇങ്ങനെ എന്റെ ഫ്രണ്ട് വിളിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടൻ ഇതിനു മുമ്പ് പറഞ്ഞ ആള് ഇതാണ്, ഞാൻ പറഞ്ഞ ആളാണിത്, അങ്ങനെ കൊണ്ടുപോകാൻ പറയണം. അങ്ങനെ ഞാൻ കൊണ്ടുവരുമ്പോ ഇപ്പൊ വളരെ അപ്പൊ ഞാൻ ദിവസവും എല്ലാ ദിവസവും വരും. ഞായറാഴ്ച കഴിച്ചു ആഴ്ചയിൽ 6 ദിവസം ഞാൻ വരും. എനിക്ക് ഒരു 50ഓളം ദിവസം വന്നു. അപ്പൊ ഇവരിലുണ്ടാകുന്ന മാറ്റം നമുക്കറിയില്ല. പക്ഷെ എന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ സിസ്റ്റേഴ്സ് പറയും ജോൺപോളിൽ മാറ്റമുണ്ട്, നാട്ടുകാർ പറയും മാറ്റമുണ്ട്. അപ്പൊ നമുക്കറിയാൻ പറ്റണം പക്ഷെ ഒത്തിരി മാറ്റമുണ്ട്. അപ്പോ സത്യം പറഞ്ഞാണ്ടല്ലോ ഞാൻ 2 മാരേജ് ബ്യൂറോയില് രജിസ്റ്റർ ചെയ്തു ഇതിന് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ സംഗീത പറഞ്ഞു 6 മാസം ക്ഷമിച്ചു, 6 മാസം ക്ഷമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കല്യാണം നമുക്ക് നടത്താം എന്ന് പറയുമ്പോൾ 6 മാസം ഞാൻ എല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് ഒത്തിരി പ്രത്യാശയും പ്രതീക്ഷയും തരുന്ന നമ്മുടെ മക്കളിൽ ഉണ്ടായാൽ അതനുസരിച്ച് നമ്മൾ സാക്രിഫൈസ് ചെയ്താൽ ഒപ്പം ദൈവത്തിന്റെ അനുഗ്രഹവും കൂടി കിട്ടണം കേട്ടോ. എന്നാലേ അതുള്ളൂ. ഇവിടെ വരുമ്പോൾ നമുക്കുള്ള ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത് സംഗീതന്റെ ഓരോ കൈ വെക്കുമ്പോഴും ദൈവത്തിനെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ ഈശ്വരനെ മറന്നുകൊണ്ട് അല്ലാഹുവിനെ മറന്നുകൊണ്ടുള്ള ഒരു കൈവെപ്പല്ല സംഗീതത്തില് കാണുന്നത്. ദൈവാനുഗ്രഹത്തിന്റെ ആ സ്പർശനമാണ് അവിടെ വരുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ മക്കളൊക്കെ ഉയരും. അപ്പൊ നിങ്ങൾ ആരും നിരാശപ്പെടല്ല. നമ്മുടെ മക്കൾക്ക് ഒന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കാൻ, പക്ഷെ നമ്മളെ ഒന്ന് ഇരുത്താൻ പക്ഷെ ജോൺ ബോളിൽ ഇങ്ങനെ തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ലെവലായിരിക്കില്ല. കാരണം എന്റെ അവസ്ഥ അത്രമാത്രം ഞാൻ ഒരു ആർഭാട ജീവിതം നയിച്ചു പോയേനെ. അത്യാവശ്യം കാശ് അങ്ങനെ ഇതില്ല, വിദ്യാഭ്യാസം, നല്ല ജോലി. അപ്പൊ നമ്മൾ ഈ ലെവലിലേക്ക് പക്ഷെ എനിക്ക് തന്ന ഒരു കൊട്ടാണ്
പൊട്ടാണെങ്കിലും ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീട്ടിലെ ഒരു നിധിയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ നിധിയായിട്ട് കാണാം. ഇത് വെച്ച് കുട്ടിയുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നില്ലല്ലോ. അപ്പൊ ആദ്യം അങ്ങനെ നമ്മൾ ചിന്തിക്കുക, ഇതൊക്കെ പോസിറ്റീവായിട്ട് നമ്മൾ എടുക്കണം. നമ്മളും വാശി കാരണം നമ്മുടെ കുട്ടീനെ ഞാൻ ഹൈ ലെവലിൽ എത്തിക്കും എന്നുള്ള വാശി ഉണ്ടാവണം. നമുക്കൊന്ന് എൻജോയ് ചെയ്യാം അല്ലേ മാഷേ? മാഷ